വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നാ പ്രഭാകരന്റെ അഭിപ്രായം. അതിനെന്താ ചെറുക്കിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എന്നാ പിന്നെ അമ്പലത്തിലെ സൗകര്യം അനുസരിച്ച് മുഹൂർത്തം അങ്ങോട്ട് കുറിക്കുക അല്ലേ? ശുഭസ്യ ശീഘ്രം. എന്താ കർക്കടകം കഴിഞ്ഞങ്ങ് നടത്തിക്കൂടെ? ആയിക്കോട്ടെ, കർക്കടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണല്ലോ. അപ്പൊ പിന്നെ ഇറങ്ങല്ലേ, നേരായി. അപ്പെല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. അമ്മാവ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നീ എന്തൊക്കെയാ കേട്ടിരിക്കുന്നത് എനിക്ക് നിശ്ചയമില്ല. ഇനിയിപ്പോ സുജാതയുടെ കല്യാണക്കാരിയാണെങ്കിൽ ശരിയാ, ഞങ്ങൾ അതങ്ങടെ ഉറപ്പിച്ചു. അതിന് സുജാത സമ്മതിച്ചോ? ഇതെന്ത് ചോദ്യ ബാലകൃഷ്ണ? അവളുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഈ കല്യാണം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മാവ, ഞാനും സുജിയും അത് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിരുന്നല്ലേ? പണ്ട് കഴിഞ്ഞതും പടയെ ചത്തൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അവസ്ഥ നിനക്ക് തന്നെ അറിയില്ലേ ബാലകൃഷ്ണ? അമ്മാവൻ കരുതുന്നത് പോലെ ഞാൻ കരുതുന്നതല്ലോ, സത്യമല്ലേ. ശാസ്ത്രമൊക്കെ ശരിയാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമല്ലേ, ആയസ് ഒടുങ്ങാതെ മരിച്ച ആ കൊച്ചന്റെ ഹൃദയം നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അതൊരു ഒഴിയാബാധയായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല, ദാനം കിട്ടിയ ഹൃദയത്തിന് എത്ര നാളത്തെ ആയുസ് ഉണ്ടാവുന്ന ഡോക്ടർമാർ ഉറപ്പും തന്നിട്ടില്ല. അപ്പൊ പിന്നെ അറിഞ്ഞും കൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് എന്റെ മോളെ വിട്ടു തരണം. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ. അവള് കണ്ണീര് കുടിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആവില്ല ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ അകത്ത് കയറിക്കും, കാപ്പിടിച്ചിട്ട് പോവാം. ബാലകൃഷ്ണ, തന്നോട് കുടിക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല? ഈ അവസ്ഥയിൽ താൻ കുടിക്കാൻ പാടില്ല ബാലകൃഷ്ണൻ. വിഷമം വന്നാൽ ആരായാലും സ്വല്പം കുടിക്കും. വിഷമം വരുമ്പോ കുടിക്കാൻ താനാര്? ദേവദാസോ? ജീവിച്ചിരിക്കുമ്പോഴേ ഇതിനേക്കാൾ ഒരുപാട് ദുഃഖം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കുടിച്ച് കൂത്താടിരുന്നെങ്കിലേ ഇന്ന് ഈ ഹൃദയം കൊണ്ട് തനിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമായിരുന്നോ? തന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ കുടിക്കും, തോന്നിയ പോലെ നടക്കും. അത്രയ്ക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വിടാല്ലോ പറഞ്ഞത്. ചവിട്ടു ഞാൻ. എന്റെ പേഴ്സണൽ കാര്യത്തിനെ ഇടപെടരുത്. ബാലകൃഷ്ണ, ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം. അത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത്. ചാവട്ടോ, ചാവാൻ വേണ്ടിയാ ഞാൻ കുടിക്കുന്നത്. ഞാൻ കുടിക്കും. അത്രയ്ക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്താണോ കാണിക്കണേ? മനുഷ്യന് കഴിക്കാനും സമ്മതിക്കില്ല. സോറി. സമാധാനമായല്ലോ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, പുറകെ വരരുത്. എന്റെ പുറകെ വരരുത്. ബാലകൃഷ്ണ, ദേഷ്യപ്പെടരുത്. ബാലകൃഷ്ണൻ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത്. ബാലകൃഷ്ണ, ഒന്ന് നിന്നേ. പോടോ ബാലകൃഷ്ണൻ, ഞാൻ പറയുന്നു കേൾക്കല്ലേ പറഞ്ഞത്? ബാലകൃഷ്ണൻ, എനിക്ക് പറയാനുള്ളത് കേട്ടത് പൊക്കോ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ബാലകൃഷ്ണൻ, സിസ്റ്ററെ, വാതിലും തുറക്ക്. അയ്യോ, 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 എന്ത് പറ്റി? പെട്ടെന്നൊരു വേദന. പിടിക്കണോ? ഒരുത്തം പിടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ. നമസ്കാരം സാർ. നമസ്കാരം. ഉറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ക്വാർട്ടേഴ്സിൽ കാണും. യെസ് ഡോക്ടർ.
ചന്ദനവേൽ മാത്യൂസിന്റെ മോനല്ലേ? ദൂരെന്ന് കണ്ടപ്പോഴേ ഊഹിച്ചു. ഡോണ്ട് യു റിമെമ്പർ മീ? മെൻഡസ് കോട്ടേജിലെ ഫെർണാണ്ടസ്. ഓർക്കാൻ വഴിയില്ല. ഞാൻ മരിക്കുമ്പോ താൻ കുട്ടിയായിരുന്നു. മാത്യൂസിന്റെ അതേ ഛായ, തിരി തടി കുറവുണ്ടെന്ന് മാത്രം. എന്താ പേര്? എബി. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു സംഭവം? കാർ ആക്സിഡന്റ് ആയിരുന്നു. വെരി ഗുഡ്. മാത്യൂസ് ഇപ്പോ ഇല്ല, 4 വർഷമായി മരിച്ചിട്ട്. അപ്പൊ അയാളും ഇങ്ങോട്ട് പോന്നു അല്ലേ? സിംഗപ്പൂരിൽ നിന്ന് പോന്നതിന് ശേഷം എല്ലാ സൺഡേസിലും ഞങ്ങൾ ചന്ദനവേലി കൂടുമായിരുന്നു. തടിപാടൻ ഒറ്റയ്ക്ക് ഒരു കുപ്പി അകത്താക്കും. പിന്നെ തമാശയും പൊട്ടിച്ചിരിയും. അതൊക്കെ ഒരു കാലം. അങ്കിൾ എന്താ ഇവിടെ? ലോങ് 15 years, നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പ എന്റെ എമിലിക്ക് വേണ്ടി. ആ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുക. അവളിപ്പോ വരും. ഒറ്റയ്ക്കാക്കിയിട്ട് നേരത്തെ പോയില്ലോ എന്നുള്ളതിന്റെ പരിഭവ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണൂലോ. ഐ എം വെയിറ്റിംഗ് ഫോർ ഹർ. കഴിഞ്ഞു എന്നാ തോന്നണേ. കഴിഞ്ഞു. അവൾ ഇപ്പൊ വരും. ഹലോ. For the last 15 years I was waiting for you, my dear. I too. Meet my Emily. Meet this gentleman, Mr. A.B. Matthew. Hello. Hi. See you. See. താനെന്തിനാ ഇവിടെ കിടക്കുന്നത്? കുറെ നേരം നിന്നു. പിന്നെ തോന്നി ബാലകൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ കിടക്കണമെന്ന്. ബാലകൃഷ്ണൻ എന്താ ചൂടാവാത്തത്? എന്താ എന്നോട് പോവാൻ പറയാത്തത്? തന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. റോഡിൽ വീണ് മരിക്കേണ്ടതായിരുന്നു ഞാൻ. താൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ബാലകൃഷ്ണന്റെ ശത്രുവല്ലെന്ന്? ബാലകൃഷ്ണൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് സമാധാനമായത്. ബാലകൃഷ്ണൻ ഒന്നും സംഭവിക്കാതിരിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഇനിയെങ്കിലും ഈ വഴക്കും ചീത്തവിളിയൊക്കെ അവസാനിപ്പിച്ച് നമുക്കൊരു കോംപ്രമൈസിലെത്തിക്കൂടെ? എന്തോന്ന് കോംപ്രമൈസ്? പുറകെ നടന്ന് ഞാൻ തന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല, പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിച്ചതാ. അപ്പോഴൊന്നും അത് കേൾക്കാൻ ബാലകൃഷ്ണൻ തയ്യാറായില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം തിരിച്ചു കിട്ടിയപ്പോ ബാലകൃഷ്ണൻ ഒരുപാട് സന്തോഷം തോന്നിക്കാണില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം നഷ്ടപ്പെട്ട എന്റെ അവസ്ഥ ബാലകൃഷ്ണൻ ഒന്ന് ഊഹിച്ചു നോക്കി. സഫലമാകാത്ത ഒരുപാട് മോഹങ്ങൾ. ജീവിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ. തന്നെ പോലെ എനിക്കും ഉണ്ടൊരു കുടുംബം. എന്റെ അമ്മച്ചി, എന്റെ ശോഭ, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ പൊന്നുമോള്. അവരൊക്കെ എന്നെ ഓർത്ത് ഇപ്പോഴും കരയുന്നുണ്ടാവും. സ്നേഹിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ.